അപ്പോൾ ഇന്ന് ഒരു അടിപൊളി സാൻഡ്വിച്ചാണ് കേട്ടോ കാണിക്കുന്നത്. വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റോടും കൂടിയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പിന്നെ നമ്മൾ സാൻഡ്വിച്ച് ബ്രെഡ് വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു സാൻഡ്വിച്ച് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ സാൻഡ്വിച്ച് ബ്രെഡ് നമ്മുടെ സാധാ ബ്രെഡിനേക്കാളിലും കുറച്ചൊരു വലുപ്പത്തിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബട്ടർ ഇല്ലാതെ നമുക്ക് പ്ലെയിൻ ആയിട്ട് വേണമെങ്കിലും ടോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ ബ്രെഡ്. ഇനി ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്ക് ബ്രെഡ് ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കളർ ചേഞ്ച് ആകുമൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് കളർ മാറി വരുമ്പോൾ തന്നെ നമുക്ക് അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 8 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 4 സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. പിന്നെ ബാക്കിയുള്ള ബ്രെഡും ഞാനിതുപോലെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ബ്രെഡ് ബട്ടറൊക്കെ തേച്ച് ടോസ്റ്റ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ചൊരു ടേസ്റ്റൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാ ബ്രെഡും ഞാൻ അതുപോലെ ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്കുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ചിക്കന് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യാരറ്റ്, ക്യാബേജ്, കുക്കുംബർ, ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് മല്ലിയില, പിന്നെ മയോനൈസും ടൊമാറ്റോ സോസും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു ബ്രെഡ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഇതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ടൊമാറ്റോ സോസ് മാത്രമായിട്ടാണ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി മയോനൈസും കൂടെ വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ക്യാബേജ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെജിറ്റബിൾസൊക്കെ. ഇനി നമുക്കിതിന് മുകളിലേക്കായിട്ട് നമ്മുടെ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ക്യാരറ്റ് വെച്ചതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ കുക്കുംബറും കൂടെ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇനി കുക്കുംബർ ഇട്ടതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുട്ടികളൊക്കെ കഴിക്കാനുണ്ടെങ്കിൽ പച്ചമുളകൊക്കെ അവോയ്ഡ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടി ഒന്ന് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി നമുക്ക് ചിക്കന് വെച്ച് കൊടുക്കാം. അപ്പോൾ ചിക്കനൊക്കെ അത്യാവശ്യത്തിന് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ വെച്ചതിന് ശേഷം നമുക്ക് മയോനൈസും ടൊമാറ്റോ സോസും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതൊക്കെ എത്രത്തോളം വേണം അത്രത്തോളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ചേർക്കുന്നതിനനുസരിച്ച് നമ്മുടെ സാൻഡ്വിച്ചിന് ടേസ്റ്റ് കൂടുകയുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ രണ്ടും ഒരു 3 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സോസും കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്ക് ബ്രെഡ് വെച്ച് കവർ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ബ്രെഡിൽ ഞാൻ കുറച്ച് മയോനൈസാണ് തേച്ച് കൊടുക്കുന്നത്. നമുക്കിത് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ അത്യാവശ്യം വെജിറ്റബിൾസൊക്കെ ചേർത്തതുകൊണ്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് എല്ലാം കൂടെ പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കൈ വെച്ചിട്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സാൻഡ്വിച്ച് ശരിക്കും 2 പേർക്കൊക്കെ കഴിക്കാനുള്ളതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഹെവി ആയിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു സാൻഡ്വിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേസമയം തന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുത്താൽ അവർക്ക് എന്തായാലും ഇഷ്ടമാവും. അതുകൊണ്ട് തന്നെ അവർ നന്നായിട്ട് കഴിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.